1952 ആദ്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് AKG ആയിരുന്നുവെങ്കിൽ ഉപരിസഭയായ രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ നയിച്ചത് പി സുന്ദരയ്യയായിരുന്നു. തെലങ്കാന സമരനായകനായ സുന്ദരയ്യയായിരുന്നു പിന്നീട് CPIM-ന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഇലക്ഷൻ ഇന്ത്യ അവസാനിക്കുന്നു. AKG EMS സുന്ദരയ്യ സിന്ദാബാദ്. പുച്ചാലപ്പിള്ളി സുന്ദരരാമി റെഡ്ഡി എന്ന പി സുന്ദരയ്യയെ ഓർക്കുമ്പോൾ ചരിത്രം ഉറക്കെ വിളിക്കുന്ന മുദ്രാവാക്യമാണത്. 30കളിലെ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ നിന്നാണ് മൂവരും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായത്. EMS-നെ പോലെ ബ്രാഹ്മണ ജന്മികുടുംബാംഗമായ സുന്ദരയ്യയും പരമ്പരാഗതമായി ലഭിച്ച സ്വത്തുക്കളെല്ലാം പാർട്ടി കെട്ടിപ്പടുക്കാനാണ് ചെലവഴിച്ചത്. റെഡ്ഡി എന്ന പേര് വെട്ടിമാറ്റി കീഴാളരെയും ദരിദ്രരെയും സൂചിപ്പിക്കുന്ന IAI സുന്ദരയ്യ സ്വയം പ്രഖ്യാപിച്ചു. നൈസാമിനെതിരെ തെലങ്കാന സായുധ സമരം നയിച്ച സുന്ദരയ്യ 40കളിൽ കയ്യൂർ സഖാക്കൾ തൂക്കിലേറും മുമ്പ് പാർട്ടി ജനറൽ സെക്രട്ടറി PC ജോഷിക്കൊപ്പം കയ്യൂരിൽ വന്നത് ഇന്നും മായാത്തൊരു ഓർമ്മചിത്രമാണ്. തെലങ്കാന മാർഗത്തിൽ രാജ്യമെങ്ങും സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത 48ലെ BT രണദിവേ തീസിസിനെ തുടർന്ന് സുന്ദരയ്യയും ഒളിവിൽ പോയി. തെലങ്കാന സമരം പിൻവലിച്ചതിനു ശേഷം മോസ്കോയിൽ പോയി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയ സംഘത്തെ നയിച്ച സുന്ദരയ്യയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന പുതിയ കാഴ്ചപ്പാടിന് നേതൃത്വം നൽകിയത്. 52ലെ ആദ്യ ലോക്സഭയിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവെന്ന നിലയിൽ AKG പ്രതിപക്ഷ നേതാവായപ്പോൾ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം സുന്ദരയ്യയ്ക്കായിരുന്നു. ജമീന്ദാർമാരും കുലീന കുടുംബാംഗങ്ങളുമായ MP-മാർ കാറിൽ വന്നിറങ്ങുമ്പോൾ പാർലമെന്റിൽ സൈക്കിളിൽ വന്നിറങ്ങി സുന്ദരയ്യ കമ്മ്യൂണിസ്റ്റ് ലാളിത്യത്തെ ഉയർത്തിപ്പിടിച്ചു. പ്രത്യയശാസ്ത്ര തർക്കങ്ങളും പിളർപ്പുകളുമില്ലായിരുന്നെങ്കിൽ 57ൽ കേരളത്തിലെ EMS സർക്കാരിന് സമാന്തരമായി ആന്ധ്രയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമായിരുന്നുവെന്ന പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിലെ നീലം സഞ്ജീവ റെഡ്ഡി. 57 തൊട്ട് 1.5 പതിറ്റാണ്ട് കാലം ആന്ധ്രയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു സുന്ദരയ്യ. 64ൽ CPI-യുടെ ജനറൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ ചേർന്ന് CPIM രൂപീകരിച്ചപ്പോൾ സുന്ദരയ്യ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. 83 വരെ ആന്ധ്രയിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും. അടിമുടി പാർട്ടിയായിരുന്ന സുന്ദരയ്യ പാർട്ടിക്ക് വേണ്ടി കുട്ടികൾ വേണ്ടെന്ന് വരെ തീരുമാനിച്ച് ഭാര്യ ലൈല സുന്ദരയ്ക്കൊപ്പം വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വരെ വിധേയമായി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ജനസംഘവുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉൾപാർട്ടി സമരത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറിയ സുന്ദരയ്യ ഇന്ത്യയിൽ രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ വളർച്ചയെ മുൻകൂട്ടി കണ്ട കമ്മ്യൂണിസ്റ്റ് നേതാവായും ഇന്നറിയപ്പെടുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.